കൊണ്ടുവന്ന് കാണിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് മുൻ പരിചയമില്ല. ദൈവാത്മാവ് എന്നെ അദ്ദേഹത്തിലേക്ക് നടത്തി. ഞാൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. രാജസഭയുടെ വീട്ടിലാണ് ആദ്യം വന്നത്. അപ്പോൾ അവിടെ 3 പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവി സഹോദരി, പുഷ്പ സഹോദരി, പിന്നെ നമ്മുടെ അനിയത്തി, ദേവി സഹോദരൻ അനിയത്തി, അവർ 3 പേരും ആ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായി ഈ ദേശത്ത് വരുന്നത്. ഈ ദേശത്ത് വരുമ്പോൾ തന്നെ അന്ന് ഈ കെട്ടിടം ഇവിടെ ഉണ്ട്, പക്ഷെ പള്ളിയില്ല, ഇത് കൂട്ടിക്കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ദേശം എന്നെ കാണിച്ചു. അത് ഞാൻ ഉള്ളത്തിൽ സൂക്ഷിച്ചു. പിന്നീട് ഇവിടെ വീണ്ടും വന്നു, പ്രാർത്ഥനകൾ നടത്തി, പല വീടുകൾ വിസിറ്റ് ചെയ്തു. ഇതിലെ പോകുമ്പോഴും വരുമ്പോഴെല്ലാം ഞാൻ ഈ കെട്ടിടം നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ എന്ന അതിൻ്റെ പ്ലാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. ഈ ഗേറ്റിൽ വന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, മണിയൻ ഉപദേശി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഇവിടെ വന്ന് പ്രവർത്തിച്ച് ഇവിടെ താമസിച്ച്, പുള്ളി ഒരു മേസ്ത്രി ആയതുകൊണ്ട് പുള്ളി തന്നെ പണിത് ഏതാണ്ടൊക്കെ ചെയ്ത് ഇതൊരു കെട്ടിട പള്ളിയാക്കി ഇവിടെ പ്രാർത്ഥന നടത്തി ഇവിടെ ആൾക്കാർ വന്ന് ആരാധിച്ച് മുൻകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ എന്തോ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം പൂട്ടി അടച്ച് അദ്ദേഹം ഇവിടെ വിട്ട് സ്ഥലം വിട്ടു. അങ്ങനെ ഈ കാട് കയറി അടങ്ങി കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു. ആർക്കും വേണ്ടാതെ ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ നമ്മൾ ആ വീട്ടിൽ, സഹോദരന്റെ വീട്ടിൽ, ഇന്ന് മോളെ താമസിക്കുന്നത്, വിനോദ് താമസിക്കുന്ന വീട്ടിൽ അല്ലേ, ആ വീട്ടിലാണ് പ്രാർത്ഥിച്ച് അസംബ്ലീസ് ബോർഡിന്റെ പുതിയ വേല ആരംഭിക്കുന്നത്. കുറച്ചു പേരേ ഉള്ളൂ. ആദ്യത്തെ ഞായറാഴ്ച എനിക്ക് കുറച്ച് പിടിയരി, മൊട്ട ഒക്കെ എന്റെ സ്തോത്രം കാഴ്ചയായിട്ട് ചിലര് വന്നു. അത് എടുത്തോണ്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അതിന് മുമ്പ് ആരും എനിക്ക് അങ്ങനെ ഒരു സ്തോത്രം കാഴ്ച തന്നിട്ടുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. അത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതേ ഉള്ളൂ, പഠിത്തവും തീർന്നിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടി അറിവിന് വേണ്ടി പറയുക. അവിടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ മുഖം കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറ വന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അവിടെ അങ്ങോട്ടുള്ള യാത്ര അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ പറഞ്ഞ പോലെ പാസ്റ്റർ നല്ല മിടുക്കനായിട്ടുള്ള ഒരാളാണ്. ചരിത്രം വായിച്ച് കേട്ടു. ഇതിനകത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ബഹുമാനം വർദ്ധിച്ചു. കാരണം ഒരു വേല ആരംഭിക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് ആ പ്രവർത്തനത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്.